സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്ത് നോക്കിയാലോ. അപ്പം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്കറിയാം, ഒരു മൈക്രോസ്പോർ മദർ സെല്ല് ഒരു മിയോസിസ് നടത്തുമ്പം നമ്മളുടെ മൈക്രോസ്പോറോജെൻസിസിൽ പഠിച്ചിട്ടുണ്ട്, നമുക്ക് കിട്ടുന്നത് 4 പോളൻ ഗ്രെയിൻസ് ആണ്. അപ്പം ഒരു മിയോസിസ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 പോളൻ ഗ്രെയിൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിലെ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു പോളൻ ഗ്രെയിൻ അതിൻ്റെ മെച്യൂർ സ്റ്റേജ്, അതായത് ഒരു പോളൻ ഗ്രെയിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ മെച്യൂർ സ്റ്റേജിലാണ്. മെച്യൂർ സ്റ്റേജ് എന്ന് പറയുന്നത് 3 സെൽ സ്റ്റേജ് ആണ്. ഒരു പോളൻ ഗ്രെയിനിൽ 2 മെയിൽ ഗാമേറ്റ് വേണം. 3 സെൽ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ? ഒരു വെജിറ്റേറ്റീവ് സെല്ലും 2 ജനറേറ്റീവ് ന്യൂക്ലിയസും. അപ്പോൾ 2 മെയിൽ ഗാമേറ്റ് വേണം, ഇസ്ന്റ് ഇറ്റ്? സോ ദാറ്റ് മീൻസ് ഒരു മിയോസിസിൽ നമുക്ക് 4 പോളൻ ഗ്രെയിനും ഓരോ പോളൻ ഗ്രെയിനിലും 2 മെയിൽ ഗാമേറ്റ് വെച്ചിട്ട് 8 മെയിൽ ഗാമേറ്റ്സുമാണ് നമുക്ക് ഒരു ഡിവിഷനിലൂടെ കിട്ടുന്നത്. അപ്പോൾ 1 മിയോസിസ് വിൽ ഗിവ് us 8 മെയിൽ ഗാമേറ്റ്സ് അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? 32 മെയിൽ ഗാമേറ്റ്സിനെ കിട്ടണമെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം? 32 ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ പോരെ? 4. കാരണം 4 മിയോസിസ് നടക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 16 പോളൻ ഗ്രെയിൻസ് കിട്ടും. ഒരു പോളൻ ഗ്രെയിനിൽ 2 ജനറേറ്റീവ് ന്യൂക്ലിയസ് വെച്ച് 2 മെയിൽ ഗാമേറ്റ് വെച്ച് നമുക്ക് 32 മെയിൽ ഗാമേറ്റ്സ് കിട്ടും. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഗുഡ് ലക്ക്.